നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തെ അമ്പരപ്പിലാഴ്ത്തി ദുബായ് വീണ്ടും മുന്നേറുകയാണ്. അങ്ങനെ ദുബായ് നഗരത്തിൽ ഈ വർഷം അവസാനത്തോടെ തന്നെ ഡ്രൈവറില്ല ക്രൂസ് ടാക്സികൾ പരീക്ഷണോട്ടം തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ഗതാഗത മേഖലയിൽ സമഗ്ര മാറ്റങ്ങൾക്കാണ് ദുബായ് RTA ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷണഘട്ടം വേഗം പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനുശേഷം സർവീസ് തുടങ്ങാനാണ് പദ്ധതി. യാത്രക്കാർക്ക് 5 മിനിറ്റിൽ കാർ ലഭ്യമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. RTA ആപ്പ് വഴി പണമടച്ച് ടാക്സികൾ ബുക്ക് ചെയ്യണം. US കമ്പനിയായ ക്രൂസുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പുതിയ മാറ്റം വരുന്നതോടെ US പുറത്ത് ക്രൂസ് ടാക്സികളോടുന്ന ആദ്യത്തെ നഗരമായി ദുബായ് മാറുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനാവശ്യമായ കരാർ 2 രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ക്രൂസ് വൈസ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ RTA ചെയർമാനുമായി ചർച്ചയും നടത്തിയിരുന്നു. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പുതിയ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കുന്നത്. ഡ്രൈവറില്ലാ ടാക്സികൾക്ക് പ്രത്യേക ട്രാക്കുകൾ നിർമ്മിക്കുകയും ചെയ്യും. ഇതിനാവശ്യമായ സ്ഥലങ്ങളിൽ അധികൃതർ സന്ദർശനവും നടത്തി. വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിഷ്കാരങ്ങളാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ മാപ്പ് തയ്യാറാക്കിയായിരിക്കും ഇത് നടപ്പിലാക്കുക. ഡ്രൈവറില്ലാ ടാക്സികൾ എത്തിയാൽ പരമ്പരാഗതമായ ടാക്സികൾ പൂർണ്ണമായും ഒഴിവാക്കും. രാജ്യത്തെ പൊതുഗതാഗതം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മെട്രോ ബസ് സ്റ്റേഷനുകളിലേക്കും അവിടെ നിന്നുമാണ് സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗതാഗത മേഖലയിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ പുതിയ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.